എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇതൊരു രണ്ടാം ജന്മമാണ്. ഇത് എനിക്ക് ദൈവം തന്ന, ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ, ഒരു ദാനമാണ്. ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് കരുതിയ സമയം അവിടെ നിന്ന് ദൈവം ജീവിതത്തിലേക്ക് രണ്ടാമത് ഒരു തിരിച്ചുവരവ് നൽകിയിരിക്കുകയാണ്. കോവിഡ് വളരെ രൂക്ഷമായിരുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട അച്ഛനും ശ്വാസം മുട്ടലായിട്ട് രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്നത്. ആദ്യത്തെ ദിവസം പിന്നിട്ട ശേഷം രണ്ടാമത്തെ ദിവസം സന്ധ്യയായപ്പോൾ പ്രിയപ്പെട്ട ലിജ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ, കൈവിട്ട് പോകുന്നു എന്നൊരു തോന്നല് ഉണ്ടാകുകയാണ്. അച്ഛൻ പ്രാർത്ഥിക്കണം. വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ചാ പോരാ, മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. വീണ്ടും വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ, അച്ഛാ, ആരെയെങ്കിലും അറിയിക്കുവാനായിട്ടുണ്ടെങ്കിൽ അറിയിച്ചുകൊള്ളുക, ഇനിയും യാതൊരു രക്ഷയും ഉണ്ട് എന്ന് വൈദ്യശാസ്ത്രപ്രകാരം പറയുന്നില്ല. അതുകൊണ്ട് അച്ഛൻ തിരുമേനിയും ജോൺസൺ അച്ഛൻ്റെ കുടുംബങ്ങളെയും ഒക്കെ അറിയിച്ചു കൊള്ളുക, അച്ഛൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക എന്നോട് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും പരിശുദ്ധ സ്തേഫാനോ സഹദായുടെ ത്രോണോസിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് സഹദായോട് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ചോദിക്കാനുള്ള അർഹതയില്ല, പക്ഷേ ഇത്രയും നാള് അർപ്പിച്ച കുർബാനയുടെ ബലത്തില് ഞാൻ ചോദിക്കുകയാണ്, ഈ അച്ഛനെ ഈ പള്ളിയില് കുർബാന ചൊല്ലുവാൻ തക്കവണ്ണം സഹദ ദൈവത്തോട് പറഞ്ഞു, മരണക്കിടക്കയിൽ നിന്ന് എണ്ണിപ്പിച്ചേ മതിയാവുകയുള്ളൂ, ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആരുമില്ല. സഹദ ദൈവത്തോട് പറഞ്ഞു, അച്ഛനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ ഈ പരിശുദ്ധ ബലിപീഠത്തിൽ അച്ഛൻ ബലിയർപ്പിച്ച് ഞങ്ങൾക്കൊക്കെ സാക്ഷ്യമായി തീരും, അതിന് സഹദ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പള്ളിയിലെ വിളക്കിൽ നിന്ന് ഒരു കുപ്പി എണ്ണയെടുത്ത് ത്രോണോസിൽ വെച്ച് രോഗികളുടെ മേൽ നടത്തുവാനുള്ളതായ തൈലാഭിഷേക ശുശ്രൂഷ ഈ ത്രോണോസിന്റെ മുമ്പാകെ നിന്ന് നടത്തുകയും ആ തൈലം ആശുപത്രിയിൽ പോയി കോവിഡ് രോഗബാധിതനായിരുന്ന അച്ഛന്റെ ദേഹമാസകലം ഞാനും പ്രിയപ്പെട്ട ലിജയും ചേർന്ന് പൂച്ചുകയും അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്ത് പുറത്ത് പ്രിയപ്പെട്ട അനീഷും ജയ്മോനും ബാക്കി ആളുകളെല്ലാം വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നിൽക്കുകയാണ്. 10 മണിയായി, 11 മണിയായി, ചെറിയ ചെറിയ പുരോഗതി കണ്ടു തുടങ്ങി. അപ്പോഴും ലിജ പറയുന്നുണ്ട്, അച്ഛാ, ഒന്നും പറയാറായിട്ടില്ല. പ്രതീക്ഷയുടെയും പ്രാർത്ഥനയുടെയും നിമിഷങ്ങളിൽ ഒരു വലിയ വിശ്വാസമുണ്ട്. ഞാനിവിടെ വന്ന സമയം മുതൽ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഈ പള്ളിയുടെ മതിലിന് പോലും ഭയങ്കര ശക്തിയാണ്, ഇവിടെ എന്ത് പ്രാർത്ഥിച്ചാലും സാധിക്കും എന്നുള്ളതായ കാര്യം. ഈ കാര്യം ഞങ്ങള് പരസ്പരം പങ്കുവെച്ച് വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു. രാത്രി 2 മണിയായപ്പോൾ ലിജയുടെ ഫോൺ വന്നു. ലിജോ വീഡിയോ കോൾ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ പതുക്കെ ഉറങ്ങുന്നുണ്ട്, ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, ഈ രാത്രി കഴിഞ്ഞു കിട്ടണം. വീണ്ടും ഞങ്ങൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധ സഹദ കർത്താവിനോട് പറഞ്ഞ് അച്ഛന്റെ മൂക്കിലേക്ക് ജീവ ശ്വാസമൂതുകയും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയുമാണ് ഉണ്ടായത്. പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ, പരിശുദ്ധ സ്തേഫാനോ സഹദായുടെ മധ്യസ്ഥത ഉള്ള ഈ ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കാരണം എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇതൊരു രണ്ടാം ജന്മമാണ്.
എല്ലാവർക്കും പലർക്കും അറിയാവുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട ജിജോ അച്ഛൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പള്ളിയിൽ പറഞ്ഞതാണ്. അനേക ആളുകളുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് ഇന്ന് വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നത്. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അച്ഛന് ഇവിടെ ജിജോ അച്ഛന് എനിക്കൊരു വീട് എടുത്ത് ഞങ്ങൾ അവിടെ കുടുംബമായിട്ട് 10-20 ദിവസം താമസിച്ചു. അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛനും ജയമോനും കൂടെ എന്നോട് പറഞ്ഞു, അച്ഛൻ ഇവിടെ നിന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് വേണം പോകാൻ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും എനിക്ക് എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റത്തില്ല, ഒരു ചൂട് പോലും നടക്കാനായിട്ട് പറ്റത്തില്ല. എത്രയോ നാൾ കഴിഞ്ഞാലായിരിക്കാം ഇനി ഒരു കുർബാന അർപ്പിക്കാനായിട്ട് പറ്റുന്നത്. എനിക്ക് എന്ന് ആകുമോ അന്ന് ഞാൻ ഇവിടെ വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചോളാം എന്ന് അച്ഛനോടും ജയമോനോടും ഞാൻ ഓർമ്മിപ്പിച്ചു. ഇത് എനിക്ക് ദൈവം തന്ന, ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ, ഒരു ദാനമാണ്. ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് കരുതിയ സമയം അവിടെ നിന്ന് ദൈവം ജീവിതത്തിലേക്ക് രണ്ടാമത് ഒരു തിരിച്ചുവരവ് നൽകിയിരിക്കുകയാണ്. ഒത്തിരി നന്ദി ബഹുമാനപ്പെട്ട ജിജോ അച്ഛനോട് എനിക്കുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സെക്കൻഡ് വേവിന്റെ സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ ഒരു ബെഡ് പോലും ഇല്ലാത്ത അവസ്ഥ. എനിക്ക് കോവിഡാണ് എന്നെനിക്കൊരു സംശയം തോന്നി. പക്ഷെ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് സ്ഥിതി വഷളായി. എൻ്റെ ഭാര്യ എല്ലാ അച്ഛന്മാരെയും ടെലിഫോൺ ചെയ്തു, ആ കൂട്ടത്തിൽ ജിജോ അച്ഛനെയും വിളിച്ചു. അച്ഛനെ പറഞ്ഞു, അച്ഛനോടനെ ലിജയോട് സംസാരിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് അച്ഛനെ കൊണ്ടുവരിക. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്ന അവസരത്തിൽ എനിക്ക് നല്ല ഓർമ്മയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സമയമൊന്നും. ലിജ എൻ്റെ അവസ്ഥ കണ്ടിട്ട് വളരെ പേടിച്ചിട്ട് പറഞ്ഞു, ഇത് വളരെ മോശമായ ഒരു അവസ്ഥയാണ്. പക്ഷെ അവിടെ നിന്നൊക്കെയും ദൈവം തമ്പുരാൻ വിടുതൽ തന്നു. വേദപുസ്തകത്തില് രോഗസൗഖ്യം പ്രാർത്ഥനയിലൂടെ ലഭിച്ച അനേക ആളുകളെ കാണുവാനായിട്ട് സാധിക്കും. അതിലൊരു തെളിവാണ് ഞാൻ. കാരണം അനേക ആളുകൾ, ഞാൻ ശുശ്രൂഷ അനുഷ്ഠിച്ച ദേവാലയങ്ങൾ, എന്നെ അറിയാവുന്ന ജനങ്ങൾ, പ്രത്യേകിച്ച് ഈ ഇടവക എനിക്ക് വേണ്ടി നൽകിയ പ്രാർത്ഥന, പ്രത്യേകിച്ച് ജിജോ അച്ഛൻ്റെ അതുപോലെ തന്നെ ലിജയുടെ ഒരു സഹായ സഹകരണമാണ്. എത്രമാത്രം നന്ദി പറഞ്ഞാൽ ഇവരോട് രണ്ടുപേരോടും മതിയാകില്ല. കാരണം ഏകദേശം 10-40 ദിവസം 20 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. 18 ദിവസം ICUവിലും 2 ദിവസം റൂമിലും. അതിനുശേഷം ഏകദേശം 20 ദിവസത്തോളം അച്ഛൻ്റെ പാഴ്സനയിനടുത്തൊരു വീട് എടുത്ത് അവിടെ താമസിച്ചു. ഈ സമയങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ജിജോ അച്ഛൻ മുൻകൈ എടുത്തത് കൊണ്ടാണ് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വരാനും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ലഭിക്കാനും ഒക്കെ ഇടയായിട്ട് തീർന്നത്. അച്ഛന് ഇവിടെ വളരെ വർഷം, അച്ഛൻ സെമിനാരി പഠിക്കുന്നതിന് മുമ്പുള്ള കാലം തൊട്ടേ അച്ഛനെ അറിയാം. എങ്കിൽ തന്നെയും ഇത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് സമർപ്പണത്തോടുകൂടി ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികനെ കാണാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ഒരു മടിയും കൂടാതെ അച്ഛനും കൊച്ചമ്മയും ഒക്കെ എന്നോട് കാണിച്ച സ്നേഹം അതൊന്നും ഒരിക്കലും മറക്കാനായിട്ട് സാധ്യമല്ല. ഒരുപക്ഷെ ഞാൻ എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുന്ന സമയത്ത് തന്നെ എഴുന്നേറ്റിരിക്കത്തില്ല. ഏതാനും 3 മാസത്തിന് ശേഷമാണ് ഞാൻ നടക്കാൻ പോലും തുടങ്ങുന്നത്. അല്ലെങ്കിൽ ആരുടെ ഒരു സഹായമില്ലാതെ എഴുന്നേറ്റിരിക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ബഹുമാനപ്പെട്ട ജിജോ അച്ഛൻ നൽകിയ പരിചരണം, അച്ഛൻ കാണിച്ച സ്നേഹമാണ് ഈ നിലയിലേക്ക് എന്നെ എത്തിച്ചത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ലിജ ഒരു യഥാർത്ഥ നേഴ്സിന്റെ ചുമതല ദൈവികമായിട്ട് നിർവഹിച്ച ഒരാളാണ്. കാരണം ഞാൻ സീരിയസ് ആയി കിടക്കുന്ന അവസരത്തിലൊക്കെയും രാത്രിയും പകലും ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് വേണ്ടതായ എല്ലാ ശുശ്രൂഷകളും പരിചരണവും നിർവഹിച്ചു. ലിജയുടെ ഒരു നേതൃത്വമാണ് രണ്ടാമത് ഈ ജീവിതത്തിലേക്ക് വന്നത്. അനീഷ്, ജയ്മോന്, ഈടവാങ്ങളായ പലരുമുണ്ട്. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ ശുശ്രൂഷിച്ചവരൊക്കെ ഒത്തിരി പേരുണ്ട്. എല്ലാവരുടെയും പേര് പറയുന്നില്ല. അവരോടൊക്കെയുള്ള നന്ദി പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഞാൻ ഇവിടുന്ന് ഞാനിപ്പോഴ് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, ഇവിടുന്ന് ഞാൻ നോയിഡയിലേക്ക് ഇവിടെ താമസിച്ച് നോയിഡ പാഴ്സനയിലേക്ക് പോകുന്ന അവസരത്തിൽ
എനിക്ക് ഒട്ടും വയ്യാത്തൊരവസ്ഥയാണ്. ഒരു സ്റ്റെപ്പ് പോലും ഇറങ്ങാൻ പറ്റത്തില്ല. പിടിച്ച് ഇറക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. ഈ പള്ളിയുടെ മുന്നിൽ കൂടാണ് പോകുന്നത്. അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ വണ്ടിയെ തന്നെ ഇരുന്നാൽ മതി, ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ അച്ഛന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് അച്ഛൻ കാറിൽ തന്നെ ഇരുന്നാൽ മതി, ഇറങ്ങണ്ട, ഞങ്ങൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്ത് വന്നാലും ശരി, ഈ പള്ളിക്കകത്ത് ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് പോവാം. ഞാൻ ആ വണ്ടി ഓടിച്ച ആള് വണ്ടി പള്ളിമുറ്റത്തേക്ക് കയറ്റി. ഞാൻ ഒരു പ്രകാരത്തിൽ സ്റ്റെപ്പ് കയറി പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ചു. ആ ഒരു ശക്തിയാണ് എന്നെ നടത്തിയത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, എനിക്ക് വേണ്ടി സ്നേഹം കാണിച്ച എല്ലാവരോടും, പ്രത്യേകിച്ച് ജിജോ അച്ഛനോടും ലിജയോടും അനീഷിനോടും ജയ്മോനോടും ജോബിനോടും എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ സമരത്തിൽ അറിയിക്കുകയാണ്. പ്രാർത്ഥന നടത്തി ഇവിടുത്തെ ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി വൈസ് ചെയർമാനൊക്കെയും പല അവസരങ്ങളിലും അവിടെ വന്ന് എന്നെ കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. എല്ലാവരോടും, എന്നെ സ്നേഹിച്ച പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ചേർത്തും നീതിയ നിന്നെ ആചാര്യന്മാരും മഹിമേ നീതിജ്ഞന്മാരും നിന്നഭിഷിക്കമുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ മിശിഹാ, മലിനരും അശുദ്ധരുമാകുന്ന നിന്റെ ദാസരായ ഞങ്ങൾ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ നിന്റെ തിരുസന്നിധിയിൽ ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുള്ള ഞങ്ങളുടെ പിതാക്കന്മാരായ മേൽപ്പെട്ടക്കാർക്ക് വേണ്ടിയും ഞങ്ങളുടെ സഹോദരന്മാരായ നിർമ്മലരായ പുരോഹിതന്മാർക്ക് വേണ്ടിയും നിന്റെ ദേവനോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ന്യായവിധിയിലേക്ക് നീ പ്രവേശിക്കരുതേ. നിന്റെ പരിശുദ്ധ മദ്ബഹായുടെ പടികൾ ചവിട്ടിയിട്ടുള്ള കാലുകൾ അഗ്നിക്കനലുകളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കാതെ നിന്റെ സ്വർഗീയ സിംഹാസനത്തിന്റെ ചുറ്റും നിത്യവും നിൽക്കുന്നതിനാ നീ ബലപ്പെടുത്തണമേ. നിനക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള വായുകളും നാവുകളും ഒത്തപ്പെട്ട മൗനമാക്കപ്പെടുവാൻ ഇടയാകാതെ സദാ നിനക്ക് സ്തുതിയർപ്പിക്കുവാൻ തക്കവണ്ണം അവയെ നീ ശക്തിപ്പെടുത്തണമേ. നിന്റെ പരിശുദ്ധ ഗ്രന്ഥങ്ങളിൽ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലിനും പുഴുവിനും കൂടുകളായി തീരത്തക്കവണ്ണം അവയെ നീ അന്ധകാരപ്പെടുത്താതെ നിന്റെ ദിവ്യ ശോഭ ദർശിക്കുന്നതിനാ പ്രകാശിതമാക്കണമേ. നിന്റെ പരിശുദ്ധ രഹസ്യങ്ങളെ ആഘോഷിച്ചിട്ടുള്ള കൈകൾ അഗ്നിക്കനലുകളാൽ ചുരുണ്ടു പോകുവാൻ നീ വിട്ടുകൊടുക്കാതെ നിന്റെ രക്തസാക്ഷികളായ വിശുദ്ധന്മാരെ പോലെ നിന്റെ തിരുമുമ്പിൽ കുരുത്തോലകൾ പിടിച്ചു നിൽക്കുന്നതിനാ നീ ഇടയാക്കണമേ. കാരുണ്യവാനായ കർത്താവേ, അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറ്റങ്ങളെ നീ പരിഹരിച്ച ക്ഷമിക്കുമാറാകണമേ. കർത്താവേ, നീ ഉത്തമനും നൽവരങ്ങളിൽ സമ്പന്നനും ദാനങ്ങളിൽ നിറവുള്ളവനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ അന്ധകാര സൈന്യങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർക്കണമേ. ദുഷ്ടാത്മാക്കളുടെ ബന്ധനത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ. അതിവേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. നിന്റെ ഏകജാതന്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവന് തന്നെ ശരണപ്പെടുന്നു. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണകൾ പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്തോടു കൂടി പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. O maroduzabno lamunnabkel tonal